ഇസ്രായേൽ ഗസയിൽ വംശഹത്യ തുടരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പോലും അസാധ്യമാക്കിയാണ് ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി. ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ ലോകം മുഴുവൻ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. കായിക വേദികളിൽ വേറിട്ട പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴിതാ അത്തരമൊരു പ്രതിഷേധമാണ് ശ്രദ്ധ നേടുന്നത്. ശനിയാഴ്ച എസ്റ്റോണിയയിലായിരുന്നു വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത്. യൂറോപ്യൻ അണ്ടർ 23 ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ മെഡൽദാന ചടങ്ങിനിടെയായിരുന്നു പ്രതിഷേധം. ചടങ്ങിനിടെ ഇസ്രായേലിൻ്റെ ദേശീയ ഗാനം മുഴങ്ങി. ഈ സമയത്ത് ഇസ്രായേലിൻ്റെ ദേശീയ പതാകയ്ക്ക് നേരെ മുഖം തിരിച്ച് പ്രതിഷേധിച്ചത് സ്വിസ് ഫെൻസിംഗ് ടീമാണ്. ഇസ്രായേലിൻ്റെ ദേശീയഗാനം ആലപിക്കുമ്പോൾ സ്വിസ് അണ്ടർ 23 ഫെൻസിംഗ് ടീം പതാകയെ അഭിമുഖീകരിക്കാതെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണം നേടിയത് ഇസ്രായേലിൻ്റെ അണ്ടർ 23 പുരുഷ ടീമായിരുന്നു. സ്വിറ്റ്സർലൻഡ് വെള്ളിയും ഇറ്റലി വെങ്കലവും നേടി. ശനിയാഴ്ച നടന്ന മെഡൽദാന ചടങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളോടുള്ള ആദരവായി ഇസ്രായേലിൻ്റെ ദേശീയഗാനം ആലപിച്ചു. ദേശീയഗാനം ആലപിക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും ഇറ്റലിയുടെയും ടീമുകൾ ഇസ്രായേലിൻ്റെ പതാകയ്ക്ക് അഭിമുഖമായിട്ടാണ് നിന്നത്. എന്നാൽ സ്വിസ് ടീം മാത്രം പതാകയെ അവഗണിച്ച് നേരെ തന്നെ നിന്നു. സ്വിസ് ടീമിൻ്റെ പ്രതിഷേധ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ടീമിൻ്റെ പ്രതിഷേധത്തിൽ വ്യാപകമായി കയ്യടി കിട്ടുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സ്വിസ് ഫെൻസിംഗ് അസോസിയേഷൻ ഞായറാഴ്ച ക്ഷമാപണം നടത്തി. സ്വിസ് അത്ലറ്റുകൾ മെഡൽദാന ചടങ്ങ് രാഷ്ട്രീയ പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്തതായി സ്വിസ് ഫെൻസിംഗ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. അന്താരാഷ്ട്ര പരിപാടികളിൽ കായിക താരങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ അനുവാദമുണ്ട്. എന്നാൽ കായിക മത്സരങ്ങൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും സ്വിസ് ഫെൻസിംഗ് അസോസിയേഷൻ വ്യക്തമാക്കി. അത്ലറ്റുകൾ എസ്റ്റോണിയയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം സ്വിസ് ഫെൻസിംഗ് അണ്ടർ 23 ടീമുമായി ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു. അതിനിടെ ഗസയിൽ നിന്ന് ആകെ ജനസംഖ്യയുടെ 4/1 പേരും പലായനം ചെയ്തതായി UN റിപ്പോർട്ടും പുറത്തു വന്നു. ഏകദേശം 5 ലക്ഷം ആളുകൾ പലായനം ചെയ്തെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഭക്ഷണം ഉൾപ്പെടെ ഗസയിലേക്കുള്ള എല്ലാ സഹായവും ഇസ്രായേൽ തടയുന്നു. അതിനാൽ ഗസയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാണ്. 16 വയസ്സിന് താഴെയുള്ളവരിൽ പോഷകാഹാരക്കുറവ് വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്. മാർച്ചിൽ മാത്രം 3700 കുട്ടികളിൽ കടുത്ത പോഷകാഹാരക്കുറവ് കണ്ടെത്തി. ഫെബ്രുവരിയിലുള്ളതിനേക്കാൾ 80% വർധനവാണിത്. ഗർഭിണികൾക്ക് മതിയായ പോഷകാഹാരവും മരുന്ന് ലഭിക്കാത്തത് നവജാത ശിശുക്കളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരുന്നുക്ഷാമം നിരവധി രോഗികളുടെ മരണത്തിനിടയാക്കുമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി കുറ്റപ്പെടുത്തുന്നു. ഗസയിലെ UN ഭക്ഷ്യശേഖരം പൂർണ്ണമായി തീർന്നുവെന്നും ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു.